ഓർമ്മകളും അയ്യപ്പ മഹാത്മ്യങ്ങളും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് ശരണവഴിയിൽ നമ്മളോടൊപ്പം ചേരുന്നു നമുക്കേറെ പ്രിയപ്പെട്ട കലാകാരൻ ശ്രീ ജയരാജ് വാര്യർ. വീണ്ടും ഇപ്പോൾ ഒരു വൃശ്ചിക മാസം തുടങ്ങുകയും ശബരിമല തീർത്ഥാടന കാലത്ത് തുടക്കമാവുകയും ചെയ്യുമ്പോൾ ഇക്കാലയളവിൽ കണ്ടിട്ടുള്ള ഒരു തീർത്ഥാടന കാലത്തിന്റെ ഒരു ചൈതന്യം എങ്ങനെയാണ് വാക്കുകളിലൂടെ ഒന്ന് പങ്കുവയ്ക്കുക? ഈ തീർത്ഥാടനങ്ങളെല്ലാം തന്നെ മനസ്സുകൊണ്ട് നടത്തിയത് പാട്ടുകൾ കേട്ടിട്ടാണ്. ഇപ്പൊ ഞാൻ പറയാം, എനിക്കൊരു 5 വയസ്സുള്ള സമയത്തൊക്കെ ഞാൻ കേട്ട പാട്ടുകളുണ്ട്, പ്രത്യേകിച്ചും ശബരിമല കാലത്ത്. ആ പാട്ടുകളൊക്കെയാണ് നമ്മുടെ തീർത്ഥാടനത്തിലേക്കുള്ള ആദ്യത്തെ ഒരു എന്താ പറയേണ്ടത്, മനസ്സുകൊണ്ടുള്ള തീർത്ഥാടനം. അത് ഭജന രൂപത്തിലാണോ ഭക്തിഗാനങ്ങളായിട്ടാണോ? അല്ല, നമ്മുടെ അമ്പലത്തിൽ നിന്ന് ഒഴുകി വരുന്ന പാട്ട്. ഇപ്പൊ ക്ഷേത്രത്തിൽ നിന്ന് രാവിലെ 5 മണിക്ക് ഒഴുകി വരുന്ന പാട്ട്. ഞാനൊരു 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ് ചേലക്കര എന്നൊരു സ്ഥലത്ത് താമസം. തൃശ്ശൂർ വടക്കാഞ്ചേരി ചേലക്കര. ചേലക്കരയില് ഒരു ക്ഷേത്രത്തിനടുത്ത താമസം, നരസിംഹ സ്വാമി ക്ഷേത്രം. ഈ വൃശ്ചിക 1 മുതൽ നമ്മൾ കേൾക്കുക അയ്യപ്പ ഭക്തിഗാനങ്ങളാണ്. അപ്പൊ ഈ വൃശ്ചികക്കാറ്റിന്റെ കാലമാണ്. വൃശ്ചികക്കാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുലാമാസത്തിന്റെ പകുതിയിൽ തന്നെ ആരംഭിക്കും. ഈ വൃശ്ചികക്കാറ്റിന്റെ ഒരു മനോഹരമായ ഒരു സംഗീതമുണ്ട്. അതൊരു ഉണർവാണ്. ആ കാറ്റ്, തണുത്ത കാറ്റ്. ഈ തണുത്ത കാറ്റിൽ ഇങ്ങനെ ഈ പാട്ടാണ് നമ്മുടെ കാതുകളിലും നമ്മളെ ഉണർത്തുക. സ്വാമി ശരണം ശരണം അയ്യപ്പ തുടങ്ങിയിട്ടുള്ള പാട്ടുകൾ, ജയവിജയന്മാരുടെ പാട്ടുകൾ, അതുപോലെ ദർശനം പുണ്യദർശനം എന്നുള്ള പാട്ട്. ആ പാട്ടുകൾ കേട്ടിട്ടാണ് നമുക്ക്, എന്നിട്ട് നമ്മളിങ്ങനെ അയ്യപ്പസ്വാമിയുടെ അവിടെ പോയിട്ട് തൊഴുക. അങ്ങനെ ഒരു നമ്മളെ തന്നെ ഉണർത്തുകയും നമ്മളെ തന്നെ പുതുക്കുകയും ചെയ്യുന്ന ഒന്നാണ് ഈ വ്രതാനുഷ്ഠാനങ്ങളുടെ ഈ മണ്ഡലക്കാലം. അപ്പൊ ഇതൊക്കെ പറഞ്ഞു തരും നമുക്കിങ്ങനെ. 41 ദിവസമാണ് വ്രതം. ഈ 41 ദിവസം നമ്മൾ കറുപ്പെടുത്ത് അതിരാവിലെ എണീറ്റ് കുളിച്ച് അമ്പലത്തിൽ പോയി തൊഴുത് കൃത്യമായും പരിപാലിച്ച് അങ്ങനെയൊക്കെ ഒരു ക്ഷേത്ര ദർശനങ്ങളൊക്കെ ആയിട്ടുള്ള. ശരിക്കും ഈ ഒരു വർഷത്തിൽ 12 മാസത്തില് ഈ ഒരു സമയം വൃശ്ചികം ധനു മകരം വരെയുള്ള കാലം പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ആ ഒരു അടുപ്പത്തിന് എത്രത്തോളം ഊട്ടിയുറപ്പിക്കുന്നതാണ് ഈ ഒരു മാസം? അല്ല, പ്രകൃതിയാണ് എല്ലാം. ഈശ്വരൻ എന്ന് പറയുന്നത് തന്നെ പ്രകൃതി സങ്കല്പമാണ്. പ്രകൃതിയിലാണല്ലോ നമ്മൾ ദൈവമേ എന്ന് വിളിച്ച് നോക്കുക. എങ്ങോട്ടാ? മുകളിലേക്കാ നോക്കുക. അപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ വൃശ്ചികം ധനുമാസം, ഈ 41 ദിവസം എന്ന് പറയുന്നത്, ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള നമ്മുടെ എന്താ പറയേണ്ടത്, നമ്മുടെ ആസക്തികളിൽ നിന്ന്, നമ്മുടെ ആഗ്രഹങ്ങളിൽ നിന്ന് ഒക്കെ ഒരു മോചനം എടുത്തിട്ട് അതിൽ നിന്ന് മാറി നമ്മൾ ആരോഗ്യ പരിപാലനവും പ്രകൃതിയിലേക്ക് അടുക്കുകയും ചെയ്യണം എന്ന ഒരു വലിയ കാരണവന്മാരുടെ ഒരു കണ്ടെത്തലാണിത്. പ്രകൃതിയിലേക്ക് മടങ്ങുക. പ്രകൃതിയാണ് ദൈവം, ഈശ്വരൻ. ഇതൊരു പ്രാക്ടീസാണ്, ഒരു പരിശീലനം തന്നെയാണ്. വ്രതം എന്ന് പറഞ്ഞ ഒരു പരിശീലനമാണ്. കാരണം അത് മാത്രമല്ല, ഇപ്പൊ ഹിന്ദുക്കളെ സംബന്ധിച്ച് അയ്യപ്പ സ്വാമിയുടെ വ്രതാനുഷ്ഠാനങ്ങളുടെ ഈ മണ്ഡലക്കാലം മറ്റു ചിലർക്ക് മറ്റു പലതും, നോമ്പ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റ് വിശുദ്ധിയുടെ കാലം തന്നെയാണ്. മനസ്സിനെ ശുദ്ധമാക്കുക, അതോടൊപ്പം തന്നെ ആരോഗ്യം പരിപാലിക്കുക, ദുശ്ശീലങ്ങൾ ഒഴിവാക്കുക. അങ്ങനെ നമുക്ക് നമ്മളോടുള്ള ഒരു എന്താ പറയേണ്ടത്, സെൽഫ് റെസ്പെക്ട്, നമുക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്ന ബോധത്തിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടായിട്ടുള്ളതെന്നാണ് എൻ്റെ വിശ്വാസം.